ഹായ് ഗൈസ്, നമ്മുടെ കഴിഞ്ഞ പവർ സ്റ്റിയറിങ്ങോട് കൂടി നമ്മുടെ തേർഡ് മോഡ്യൂൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫോർത്ത് മോഡ്യൂളാണ്. സസ്പെൻഷൻ സിസ്റ്റം ആണ് കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ പറയുന്ന സിട്രോയിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം, അതുപോലെ ഒരുപാട് മീൻസ് പല കമ്പനീസ് എടുത്തിട്ടുള്ള DDOണ് എല്ലാം നമുക്കിതിൽ കവർ ചെയ്ത് നമുക്ക് പോകാം. സിലബസ് ഒരു വാസ്റ്റായിട്ട് പല രീതിയിൽ മിക്സപ്പ് ചെയ്തിട്ടാണ് സിലബസ് ഇരിക്കുന്നത്. ഞാനതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ പഠിച്ച് പോവുക. നിങ്ങൾക്ക് ഞാൻ സിലബസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സസ്പെൻഷൻ സിസ്റ്റം നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് സസ്പെൻഷൻ സിസ്റ്റം? നമുക്ക് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു വെഹിക്കിള് മൂവ് ചെയ്യുമ്പോൾ റോഡിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. ആ ഇറഗുലാരിറ്റീസിൽ ഉണ്ടാകുന്ന ലോഡുകൾ നമ്മുടെ വെഹിക്കിളിൻ്റെ ബോഡിയിലേക്കോ വെഹിക്കിളിൻ്റെ ഒരു കമ്പോണൻസിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് അതിന് ഡാമേജ് വരുത്തരുത്. സോ അതിൻ്റെ ഒരു മെയിൻ എയിമിന് വേണ്ടിയാണ് നമ്മൾ സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ വെഹിക്കിളിൽ ഇപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മളൊരു ഹമ്പിലൊക്കെ സ്പീഡിൽ പോയിട്ട് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ അടിക്കുമ്പോൾ മാത്രം അതിലുള്ള ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് അത് പോയി ആക്ട് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലാണ്. അതുകൊണ്ടാണ് ആ ഗ്ലാസ് പൊട്ടിയത്. വേറെ ഏതെങ്കിലും കമ്പോണൻറ്റിലാണ് ആ ലോഡ് തട്ടിയെന്നുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റ് ആ ലോഡ് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ ഡാമേജസ് ഒന്നും സംഭവിക്കാതെ അവിടെ ഇരിക്കും. പക്ഷേ ഒരു 10 വട്ടം അതേ ലോഡ് ആ കമ്പോണൻറ്റിൽ തന്നെ തട്ടുമ്പോൾ അത് ഒബ്വിയസ്ലി ഫെയിലിയർ ആവും. അതിനാണ് നമ്മൾ ഫ്രാക്ചർ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ പറയാറ്, അല്ലെ ഫെറ്റിക് ഫെയിലിയർ എന്നൊക്കെ നമ്മൾ പറയാറ്. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ പറയുന്ന ലോഡുകളെല്ലാം നമ്മൾ മാക്സിമം നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു സ്ഥലത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാതെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത കമ്പോണൻ്റാണ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക. അതുപോലെ നമുക്ക് അപ്പോൾ ആ ഇതിലുണ്ടാകുന്ന വൈബ്രേഷൻസ്, ഷോക്ക് ലോഡ്സ് കംപ്ലീറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സസ്പെൻഷൻ എന്ന് പറയുക. 2 കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് ഉണ്ടാവും. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്രിങ്ങിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. കോയിൽ സ്പ്രിങ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, ലീവ് സ്പ്രിങ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, ടോർഷൻ ബാറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, എയർ സ്പ്രിങ്ങുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ് എന്ന് പറയുന്നത് നമുക്ക് ബൗൺസിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുഷ്യനിങ് എഫക്റ്റ് തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് സ്പ്രിങ് എന്ന് പറയുക. അതിൽ നമ്മൾ ഷോക്ക് ലോഡുകൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു ഷോക്ക് അബ്സോർബറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 കമ്പോണൻറ്റുകളുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻ സപ്പോർട്ട്സ് വെയിറ്റ്, പ്രൊവൈഡ് എ സ്മൂത്ത് റൈഡ്, അലോസ് റാപ്പിഡ് കോർണറിങ് വിത്തൗട്ട് എക്സ്ട്രീം ബോഡി റോള്, അതുപോലെ തന്നെ കീപ് ടയേഴ്സ് ഇൻ ഫേം കോണ്ടാക്ട് വിത്ത് റോഡിൽ എപ്പോഴും അമർന്നിരുന്നു കൊണ്ട് നമുക്ക് ആ ഒരു റോഡ് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനെല്ലാം നമുക്ക് ഈ സസ്പെൻഷൻ സിസ്റ്റം സഹായിക്കും. അതുപോലെ ബോഡി സ്ക്വാറ്റ് എന്ന് പറയും. സ്ക്വാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലുണ്ട്, സ്ക്വാറ്റും ഉണ്ട്, ഡൈവും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൂവീസിലൊക്കെ വന്ന് ഇങ്ങനെ വണ്ടി ബ്രേക്ക് ചെയ്ത് നിൽക്കുമ്പോൾ വണ്ടി ഒന്ന് താഴേക്ക് ഇങ്ങനെ അമരില്ലേ, താഴേക്കൊന്ന് അമർന്ന് പോകുന്നത്, അതിനെ നമ്മൾ ഡൈവ് എന്ന് പറയും. സ്ക്വാറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന ടൈമിൽ പറഞ്ഞാൽ വണ്ടി നമ്മൾ നിർത്തിയിട്ടെന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒന്ന് പൊന്തും നമ്മുടെ ബോഡി, ആ പൊന്തുന്നതിനാണ് സ്ക്വാറ്റ് എന്ന് പറയുക. ഇതെല്ലാം ഈ സ്ക്വാറ്റും ഡൈവും നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്രിങ്സ് ഉപയോഗിക്കുന്നത്. കാരണം ഒരുവിധം ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ട് ബാക്കി നമ്മുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൃത്യം ആ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സ്പ്രിങ്സ് ഉപയോഗിക്കുക. അപ്പോൾ സ്ക്വാറ്റും അതേപോലെ ബോഡി ഡൈവും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബൗൺസിങ്, അതുപോലെ ഇപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സ്പ്രിങ് മാത്രമാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബോൾ നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, ബൗൺസിങ് എഫക്റ്റ്. ആ ബൗൺസിങ് എഫക്റ്റ് ഈ സ്പ്രിങ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയാണ് ഷോക്ക് അബ്സോർബർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് വീൽസ് നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് പോകുമ്പോൾ ഒരുവിധം ഇതെല്ലാം നമുക്ക് മീൻസ് എന്താ പറയുക, ഷോക്ക് ലോഡ്സ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഈ സസ്പെൻഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആ സ്പ്രിങ്സിൽ നിന്ന് നമുക്ക് ഷോക്ക് അബ്സോർബറും പഠിച്ചിട്ട് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നോക്കാം. അറേഞ്ച്മെൻറ്റ്സിൽ തന്നെ ഒരുപാടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, നോൺ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഫ്രണ്ട് ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റം, റിയർ ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റം, എല്ലാം ഒന്ന് തന്നെയാണ്. പല അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം, നോക്കി പോകുന്നു എന്ന് മാത്രം. അതിൽ പല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ഹെവി വെഹിക്കിൾസിൽ സ്പ്രിങ് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല, കാരണം സ്പ്രിങ്ങിനുള്ള കപ്പാസിറ്റി നമുക്കില്ല, സ്പ്രിങ് അമർന്ന് കിടക്കും, സ്പ്രിങ്ങിൻ്റെ അത്രയും സ്റ്റിഫ്നെസ്
സ്റ്റിഫ്നെസ് കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ലീഫ് സ്പ്രിങ് വെക്കുന്നത് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം സ്പ്രിങ്സ് നോക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്പ്രിങ്സ് മാത്രം നോക്കി പോകാം. നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം നമുക്ക് നോക്കി പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പ്രിങ്സ് ആണ് നമുക്കുള്ളത്. കോയിൽ സ്പ്രിങ്, ലീഫ് സ്പ്രിങ്, എയർ സ്പ്രിങ്, ടോർഷൻ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്കൊരു വയറ് അതിന് കോയിൽ പോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്പ്രിങ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. ഇതിന് സ്റ്റിഫ്നെസ് എത്ര കൂടുന്നോ അതിനനുസരിച്ചിട്ടുള്ള കുഷനിങ് എഫക്ട്സ് നമുക്ക് കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കോയിൽ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഷോക്ക് അബ്സോർബറിനെ വെച്ചിട്ടുണ്ടാവും. ആ ഷോക്ക് അബ്സോർബർ വെച്ചിട്ടും സ്പ്രിങ്ങും വെച്ചിട്ടാണ് നമ്മൾ ഈ സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും വലിയ ഹെവി വെയിറ്റ് വരുന്ന ഒരു കമ്പോണൻസിന് സ്പ്രിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ലീഫ് സ്പ്രിങ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് കോയിൽ സ്പ്രിങ് നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ലീഫ് സ്പ്രിങ് ആണ്. സോ ലീഫ് സ്പ്രിങ് നിങ്ങൾക്ക് അറിയാം, കുറേ ലീഫുകൾ നമ്മൾ ഒരു അസംബ്ലി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ലീഫ് സ്പ്രിങ് ഉണ്ടാവുക. ഈ സ്പ്രിങ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെൻഡായിട്ടാണ് ഇതിൻ്റെ സ്പ്രിങ് എഫക്റ്റ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മെയിൻ ലീഫ് ഉണ്ട്. ഈ മെയിൻ ലീഫിൽ ബാക്കിയുള്ള ലീഫ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇതിൽ നമുക്ക് ലീഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയാണ് ഒരു ലെങ്ത് എന്ന് പറയുക. സോ ഇതിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ പറയുന്നത് 2x L എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ലോഡ് വരിക. ഈ ഭാഗത്താണ് നമ്മൾ ടയർ മറ്റ് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുക, വീല് മറ്റു കാര്യങ്ങളും. ഇവിടെ നിന്ന് ലോഡ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ ബെൻഡാക്കി ഇതിനെ സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത് ഒരു ഭാഗം ഫിക്സഡും ഇന്നൊരു ഭാഗം നമ്മൾ മൂവിങ് ആയിരിക്കും. കാരണം ഇതിന് നമ്മൾ 2 ഭാഗം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെൻഡ് ആവുമ്പോൾ ഈ ഭാഗത്ത് ബ്രേക്കായി പോകും. അപ്പോൾ നമുക്കിത് ബെൻഡ് ആവുകയും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു ലീനിയർ മൂവ്മെൻറ്റും അച്ചീവ് ചെയ്താൽ മാത്രമേ നല്ല കുഷനിങ് എഫക്റ്റ് ഉള്ള ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ സിസ്റ്റം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇവിടെ നമുക്കൊരു മാസ്റ്റർ ലീഫ്, ഈ ഒരു ഐ ബോൾട്ട് എന്ന് പറയും, ഈ ഐ ബോൾട്ടാണ്. ഈ ഐ ബോൾട്ട് എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ഒരു ക്ലാമ്പ്, മൂവബിൾ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മളതിനെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് ക്ലിപ്പ് അതുപോലെ ഇവിടെ യു ബോൾട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കിയാൽ അറിയാം. യു ബോൾട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന, ഈ ഐയിൽ ഫിറ്റ് ചെയ്യുന്നതിനെ ഷാക്കിൾ എന്നാണ് പറയുക. ഈ ഭാഗത്ത് വരുന്നതിന് മൂവബിൾ ക്ലാമ്പ് എന്നാണ് പറയുക. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കോ, ഇവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. കേട്ടോ, ഈ ക്ലാമ്പ് നമ്മൾ ഇവിടെ ലോഡ് വരുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് സ്പ്രിങ് ഒരുവിധം നമുക്ക് നല്ലൊരു കുഷനിങ് എഫക്റ്റ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീഫ് സ്പ്രിങ് എന്ന് പറയുക. നെക്സ്റ്റ് എയർ സ്പ്രിങ് ആണ്. എയർ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ 2 എയർ പാക്കറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കംപ്രസ്ഡ് എയർ നമ്മൾ നിറച്ചുകൊണ്ട് അതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്ന സ്പ്രിങ്സ് ആണ് എയർ സ്പ്രിങ് എന്ന് പറയുക. എയർ സസ്പെൻഷൻ ഉപയോഗിക്കുന്നതിലെല്ലാം നമ്മൾ എയർ സ്പ്രിങ്സ് ഉപയോഗിക്കും. സോ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റായി കഴിഞ്ഞാൽ കംപ്രസ്ഡ് പ്രഷർ നമുക്ക് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരുവിധം നമുക്ക് എയർ സ്പ്രിങ്സ് അച്ചീവ്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരുവിധം നല്ലൊരു ഹെവി വെഹിക്കിൾസിലെല്ലാം നമ്മൾ ലീഫ് സ്പ്രിങ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിട്രോയിൻ എന്ന് പറയുന്ന ഇതിലെല്ലാം എയർ സ്പ്രിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ അത് സിട്രോയിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം എടുക്കുമ്പോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് അറിഞ്ഞു വെക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ അത്രയും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇത് സ്പ്രിങ് ആണ്. ഇതിൻ്റെ കൂടെ എന്ത് വന്നാലും ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഏത് വണ്ടി വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, ഈ സ്പ്രിങ് ഉള്ളതിൻ്റെ കൂടെ ഒരു ഷോക്ക് അബ്സോർബർ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇതാണ് എയർ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട്. ഞാൻ അതെടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജാണ് എയർ സസ്പെൻഷൻ്റെ. വേരിയബിൾ സ്പേസ് ഫോർ വീൽ ഡിഫ്ലക്ഷൻ, ആ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ അലൈൻമെൻറ്റ്, ഇത് ഞാൻ ഈ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പറയണമെന്നുണ്ടെങ്കിൽ സിട്രോയിൻ്റെ സിസ്റ്റം പറയണം. അത് പറയുമ്പോഴേ ഈ ഹെഡ്ലൈറ്റിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ വരുന്നു, വേരിയബിൾ സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് ഹൈറ്റ് കൺട്രോൾ, അതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പിന്നെ റൈഡിങ് കംഫർട്ട്, അതുപോലെ നോയ്സ് നമുക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, മോർ സ്പേസ് അക്യുപ്പൈ ചെയ്യും. മെയിൻ്റനൻസ് കോസ്റ്റ് ഡെഫിനറ്റ്ലി കൂടുതലാണ്. അതുപോലെ ഫ്രിക്ഷൻ ഡാമ്പിങ് എല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത്രത്തോളം എഫക്റ്റീവ് അല്ല. ഓക്കെ, ഇപ്പോൾ എയർ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ അടുത്തതാണ് ടോർഷൻ ബാർ എന്ന് പറയാം. നമ്മുടെ ഓമിനി പോലുള്ള വാനുകളിൽ ഈ ടോർഷൻ ബാർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ പോയി നോക്കാം. ഈ സാധനം ഇത് പറഞ്ഞത് നമുക്ക് ലീഫോ അല്ലെങ്കിൽ മറ്റേ കോയിൽ സ്പ്രിങ്ങോ ഉപയോഗിക്കാതെ
ടോർഷൻ ഒരു ബാർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡിഫ്ലക്ഷൻ നമുക്ക് ആ ലോഡിൽ വരുന്ന ഇറഗുലാരിറ്റീസിൻ്റെ ഡിഫ്ലക്ഷൻ നമ്മൾ അബ്സോർബ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടോർഷൻ ബാർ എന്ന് പറയുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇതിൽ ഞാനൊരു അനിമേഷൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, സോ ഇതിലെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സാധാ സ്റ്റെപ്പ് ബാക്സിലുണ്ട്, നമുക്ക് ഇവിടെ ലോവർ ആംസ് ഉണ്ട്, ഇവിടെ ലോവർ ആമും അപ്പർ ആമും ഉണ്ട്. ഈ ആമിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഷോക്ക് അബ്സോർബർ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നമ്മൾ സ്പ്രിങ്ങിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോവർ ആമിൽ ഒരു ബാറ്, ഈ ബാറ് ഇവിടെ ഫിക്സ് ചെയ്യും. ഈ ആം മുകളിലേക്കും താഴേക്കും മൂവ്മെൻ്റ് ആണ്. ഇതിൽ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ട്വിസ്റ്റാണ് ചെയ്യുന്നത്, ടോർഷനാണ് ചെയ്യുന്നത്, ട്വിസ്റ്റിംഗ് ആക്ഷനാണ് ഉണ്ടാവുക ബാറിൽ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യുക. സോ ഇത് ഒരുവിധപ്പെട്ട എല്ലാ വാനിലും ഒരുവിധം മീഡിയം വെഹിക്കിൾസിലെല്ലാം ടോർഷൻ ബാർ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു ഒരു സ്പ്രിങ് സിസ്റ്റമാണ്. ഒരു കൺവെൻഷണൽ സ്പ്രിങ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇതിൽ പറയുന്നു. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്, കമ്പോണൻസിൻ്റെ ഒരുപാട് സംഭവങ്ങൾ കുറഞ്ഞു പോയി, സ്പേസ് കുറച്ചേ ഒക്യുപ്പൈ ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പോൾ ചില വെഹിക്കിൾസിൽ നമുക്ക് ലീവ് സ്പ്രിങ്ങോ കോയിൽ സ്പ്രിങ്ങോ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്ന ഒരു വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലെങ്ത് കൂടിയ വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ടോർഷൻ ബാർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, കാരണം കമ്പോണൻസ് കുറവാണ്. ഷോക്ക് അബ്സോർബർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനീഷ്യൽ കോസ്റ്റും കുറവാണ്, റൈഡിങ് കംഫർട്ട് നമുക്ക് കിട്ടും. അതുപോലെ ആക്സിലറേഷൻ്റെ ത്രസ്റ്റും ബ്രേക്കിങ്ങിൻ്റെ ത്രസ്റ്റും ഒന്നും ഇത് അച്ചീവ് ചെയ്യില്ല, മീൻസ് എലിമിനേറ്റ് ചെയ്യില്ല അബ്സോർബ് ചെയ്തിട്ട്. ഫ്രിക്ഷൻ ഡാമിങ്ങും ഇത് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത്രത്തോളം ഡിഫിക്കൽട്ടീസും ഇതിനുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ടെമ്പോ ട്രാക്സ് സഫാരിയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയണു. ഞാനിത് ഓമിനിയിൽ കണ്ടിട്ടുണ്ട്, ഈ സംഭവം വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഓമിനിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഏത് വേർഷനാണ് ഞാൻ കണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഓമിനിയിൽ ഞാൻ ഈ സാധനം വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ടോർഷൻ ബാർ എന്ന് പറയാം. ഇതിൽ നമ്മൾ ഈ ആക്സിലറേഷൻ ബ്രേക്കിംഗ് ത്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ റോഡ് ഷോക്ക് അല്ലാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ്, അതേപോലെ ആക്സിലറേഷൻസ് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഷോക്ക് ലോഡ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോഡുകളെല്ലാം എലിമിനേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മളൊരു സസ്പെൻഷൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ അതിനെല്ലാം ഒരുവിധം പറ്റുന്നത് നമ്മുടെ കോയിലും അതേപോലെ ലീവ് സ്പ്രിങ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് കോമൺലി എല്ലാ ഭാഗത്തും അത് ഉപയോഗിക്കുന്നത്. എയർ സ്പ്രിങ്ങിലും പറ്റും. സോ എയർ സ്പ്രിങ്ങിന് ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടും കോസ്റ്റ് കൂടുതലുള്ളതുകൊണ്ടും നമ്മൾ കോയിൽ സ്പ്രിങ്സിലും ഈ ലീവ് സ്പ്രിങ്സിലുമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ടൈപ്സ് എടുത്തു തരാം. ഓക്കെ, താങ്ക് യു.